ഹലോ എവരിവൺ. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ റൗണ്ട് 2 രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 10 വരെയാണ് രജിസ്റ്റർ ചെയ്യാനും ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം. അപ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടവർ ചെയ്തുകൊള്ളുക. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാവർക്കും, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തവരാണെങ്കിലും അല്ലെങ്കിലും കേരള ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തവരാണെങ്കിലും അവിടെ അലോട്ട്മെന്റിൽ നമ്മൾ സീറ്റ് കിട്ടിയവരാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ബട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓൾറെഡി നിങ്ങൾ സീറ്റ് കിട്ടിയവരാണ് എങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്ത് നിങ്ങൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ സീറ്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ചോയ്സസ് മാത്രമേ അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അതൊരു അപ്ഗ്രേഡ് ആവുന്ന തരത്തിൽ ആയിരിക്കണം നിങ്ങളുടെ ഓപ്ഷൻസ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഇതുവരെ സീറ്റുകളൊന്നും കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാക്സിമം എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി ഈ പറയുന്ന സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു സീറ്റ് കിട്ടി എന്നിരിക്കട്ടെ. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റിസൈൻ ചെയ്യാം. ഒന്നുകൂടെ, സ്റ്റേറ്റ് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ്, കേരള അലോട്ട്മെന്റിൽ കിട്ടിയ സീറ്റ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടുകയാണ്, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത സ്റ്റേറ്റ് കോട്ടയിൽ എടുത്ത അഡ്മിഷൻ റിസൈൻ ചെയ്ത് റീഫണ്ട് കിട്ടും. വളരെ ചെറിയൊരു എമൗണ്ടോ മറ്റോ കാര്യങ്ങളോ അതിൽ കുറവുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഇനി അങ്ങനെ റിസൈൻ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത അഥവാ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ കിട്ടുന്ന സീറ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, ഓൾറെഡി സീറ്റ് കിട്ടിയവരാണെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനേക്കാളും ലോവർ ആയിട്ടുള്ള അഥവാ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ സീറ്റിനേക്കാളും താഴെ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഓപ്ഷൻസ് ഒരു കാരണവശാലും പ്ലേസ് ചെയ്യരുത്. ഇനി സെക്കൻഡ് റൗണ്ടിൽ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ്: ജോയിൻ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ട് അഥവാ അപ്ഗ്രേഡിന് കൊടുക്കുകയും അതുപോലെ തന്നെ ഉള്ള ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ട് മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഓപ്ഷൻസ് അഥവാ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന അടുത്ത അലോട്ട്മെന്റ്. സ്റ്റേറ്റ് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. ഇനി ഓൾ ഇന്ത്യ കോട്ടയിൽ സീറ്റ് സെക്കൻഡ് റൗണ്ടിൽ അലോട്ട് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റേറ്റ് മറ്റ് റൗണ്ടുകളിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ടിലും സ്ട്രേ വേക്കൻസി റൗണ്ടിലൊക്കെ വേണമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. ബട്ട് സെക്കൻഡ് റൗണ്ടിൽ സീറ്റ് അലോട്ട് ചെയ്ത് ജോയിൻ ചെയ്തില്ല എങ്കിൽ നമ്മുടെ രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന കോഷൻ ഡെപ്പോസിറ്റ് എമൗണ്ട് 10,000 rupees അല്ലെങ്കിൽ OBC ആണെങ്കിൽ 5,000 rupees, ആ പറയുന്ന കോഷൻ ഡെപ്പോസിറ്റ് നമുക്ക് നഷ്ടപ്പെടും. കോഷൻ ഡെപ്പോസിറ്റ് ഫോർഫീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാതിരിക്കാം. ഇനി സീറ്റ് കിട്ടാത്ത സെക്കൻഡ് റൗണ്ടിലും നമുക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ബാക്കിയുള്ള എല്ലാ റൗണ്ടുകളിലും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സീറ്റ് കിട്ടിയവർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അപ്ഗ്രേഡ് ആകുന്ന ഓപ്ഷൻസ് മാത്രം ഫില്ല് ചെയ്യുക. സീറ്റ് കിട്ടാത്തവർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകൾക്ക് അനുസരിച്ച് ഓപ്ഷൻസ് ഫില്ല് ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.